ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് റെഡ് സോസ് പാസ്തയാണ്. അതിനാദ്യം ഒരു പാത്രത്തിലേക്ക് വെള്ളം വയ്ക്കാം. എന്നിട്ട് അതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. കുറച്ച് എണ്ണയും കൂടെ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ടത് നന്നായിട്ട് തിളയ്ക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം. തിളച്ചതിന് ശേഷം നമ്മുടെ പാസ്ത ഇട്ട് കൊടുക്കാം നമുക്ക്. എന്നിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. കുറച്ച് നേരം കൂടെ തിളച്ചതിന് ശേഷം ഇത് നമുക്ക് ഊറ്റി മാറ്റി ഒരു പാത്രത്തിലോട്ട് ഇട്ട് വെക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഈ ഒരു പാത്രത്തിലാണ് ഊറ്റി വെച്ചേക്കുന്നത്. ഇനി നമുക്ക് വെജിറ്റബിൾസ് എന്തൊക്കെ വേണമെന്നും എടുത്ത് വയ്ക്കാം. ഒരു സവാള, ഒരു തക്കാളി, ചെറിയ തക്കാളിയാണ് എടുത്തേക്കുന്നത്. പിന്നെ കുറച്ച് ക്യാരറ്റ്, ആവശ്യത്തിന് ക്യാപ്സിക്കം, പിന്നെ സ്പ്രിംഗ് ഒനിയൻ്റെ വൈറ്റ് പോർഷൻ അത് ഉണ്ടെങ്കിൽ മാത്രം ഇട്ടാൽ മതി. പിന്നെ കുറച്ച് വെളുത്തുള്ളി. ഇനി ഒരു പാൻ എടുത്ത് വെച്ച് ആ പാനിലേക്ക് കുറച്ച് ബട്ടർ ഇട്ട് കൊടുക്കാം. ബട്ടർ നന്നായിട്ട് മെൽറ്റായതിന് ശേഷം നമുക്ക് വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. ചെറുതായിട്ട് അരിഞ്ഞ് വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. ഞാൻ 3-4 വെളുത്തുള്ളി ഇട്ടിട്ടുണ്ട്. വെളുത്തുള്ളിയുടെ ടേസ്റ്റ് നല്ലതായിരിക്കും. നമുക്ക് ഈ പാസ്തയ്ക്ക് നല്ല ടേസ്റ്റ് ആയിരിക്കും. കുറച്ച് നേരിട്ട് നന്നായിട്ടൊന്ന് സോട്ടായി വന്നതിന് ശേഷം നമുക്ക് നമ്മുടെ അരിഞ്ഞ് വെച്ചേക്കുന്ന വെജിറ്റബിൾസ് നമുക്ക് അതിലിട്ടെടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. കുറച്ച് ഉപ്പ് കൂടെ ഇട്ട് കൊടുക്കുക. ഇത് കുറച്ച് നേരം ഇട്ട് വഴറ്റുക. നന്നായിട്ട് വെന്തതിന് ശേഷം നമുക്കതിലേക്ക് ടൊമാറ്റോ കെച്ചപ്പ് ഒഴിച്ച് കൊടുക്കാം. അതിനുശേഷം റെഡ് ചില്ലി സോസ് ഉണ്ടെങ്കിൽ അതുകൂടെ ചേർത്ത് കൊടുക്കുക. ഈ 2 സോസുമാണ് നമ്മളിതിൽ ചേർക്കുന്നത്. ഇതാകുമ്പോൾ നല്ല ഫ്ലേവർ ഉണ്ടാവും. ഇനി ഇതിലേക്ക് സ്ലൈസ് ആയിട്ടുള്ള നമ്മുടെ ചീസ് വല്ലതും ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കുക. ഞാനിപ്പോൾ ഇതിൽ സ്ലൈസ് ആയിട്ടുള്ള 2 ചീസ് ഇട്ട് കൊടുക്കുന്നുണ്ട്. നമുക്കിപ്പോൾ ചീസി ആയിട്ടിരിക്കുന്ന പാസ്തയിൽ ടേസ്റ്റ് ഉണ്ടാകുന്നത് കൂടുതലും തിന്നാൻ സാധാ പാസ്തയേക്കാളും. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ചീസി ആയിട്ട് ഉണ്ടാക്കുന്നത്. അപ്പോൾ അത് മെൽറ്റായിട്ട് ഈ ഒരു പരുവത്തിലെത്തിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മുടെ പാസ്ത ഇട്ട് കൊടുക്കാം. പാസ്തയുടെ മൊത്തം വെള്ളം പോയിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് നമ്മൾ കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ പാസ്ത വേവിച്ച വെള്ളം ഉണ്ടെങ്കിൽ അത് ഒഴിച്ചു കൊടുക്കാം. ഇല്ലെങ്കിൽ നമ്മൾ അല്ലാതെ വെള്ളം കുറച്ച് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ നന്നായിട്ട് ഇളക്കിയതിന് ശേഷം ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്ത് ജസ്റ്റ് ഒന്ന് ലൂസാക്കുക. നമ്മുടെ ഒരു വല്ല ഗ്രേറ്റഡ് ആയിട്ടുള്ള ചീസ് വല്ലതും ഉണ്ടെങ്കിൽ നമുക്ക് അത് ഇട്ട് കൊടുക്കാം. അപ്പോൾ എൻ്റെ കയ്യിലുള്ളത് മൊസറല്ല ചീസാണ്. അപ്പം ഞാൻ അതാണ് ഇട്ട് കൊടുക്കുന്നത്. അത് വേണമെങ്കിൽ ഇട്ടാൽ മതി, അതും ഓപ്ഷണലാണ്, കുഴപ്പമൊന്നുമില്ല ഇട്ടില്ലെങ്കിലും. അപ്പോൾ നമുക്ക് നല്ല ചീസ് ഉണ്ടാവും. നല്ല ചീസിൻ്റെ ടേസ്റ്റ് എടുത്ത് നിൽക്കും. നല്ല ഫ്ലേവറാണത്. ജസ്റ്റ് അതൊന്ന് മെൽറ്റായതിന് ശേഷം നമുക്ക് ഇറക്കാവുന്നതാണ്. അതുകൊണ്ട് നമുക്ക് നന്നായിട്ട് ഇപ്പം മെൽറ്റായിട്ടുണ്ട്. നമുക്ക് ചീസ് ജസ്റ്റ് എടുത്ത് പൊക്കുമ്പോൾ തന്നെ അത് വരുന്നത് നമുക്ക് കാണാൻ പറ്റുന്നുണ്ടല്ലോ. അപ്പോൾ ഈ ഒരു പരുവായി. ഇനി നമുക്കിതിലേക്ക് വേണമെങ്കിൽ സ്പ്രിംഗ് ഒനിയൻസ് ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ എൻ്റെ കയ്യിൽ സ്പ്രിംഗ് ഒനിയൻസ് ഉണ്ടായിരുന്നതുകൊണ്ട് ഞാനത് ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് ഇട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ അത് നമുക്ക് കടിക്കാൻ കിട്ടുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. അതുകൊണ്ട് ഞാൻ ഇട്ടതാണ്. ജസ്റ്റ് ഒന്ന് അത് ഇളക്കിയാൽ മതി. നമ്മളത് വേവിക്കേണ്ട ഇതൊന്നുമില്ല. നമുക്ക് ജസ്റ്റ് ഒന്ന് ഇളക്കിയതിന് ശേഷം നമുക്കൊരു പാത്രത്തിലേക്ക് അത് സെർവ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ചീസി ആയിട്ടുള്ള പാസ്ത, റെഡ് സോസ് പാസ്ത. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം, ഫീഡ്ബാക്ക് അറിയിക്കണം. അപ്പോൾ എല്ലാവരും ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം.